അയ്യപ്പേട്ട, ഓ PV അൻവർ പിന്നെയും അത് തന്നെയാണ് പറയാനുള്ളത്. അല്ല, ഇനിയിപ്പോ നിലമ്പൂർ ഇലക്ഷൻ കഴിയുന്നവരെ അത് അവിടുത്തെ രാഷ്ട്രീയം തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ ഇതിപ്പോ VD സതീശന്റെ നിലപാടിനെതിരെ നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചു, VD സതീശന്റെ നിലപാടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോ ലീഗിന്റെ നേതൃയോഗത്തിലും VD സതീശനെതിരെ ഉയർന്നിട്ടുള്ളത് രൂക്ഷ വിമർശനമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്, ഉയർന്നിരിക്കുകയാണ്. കാരണം അൻവറിന്റെ വിഷയത്തിൽ കുറച്ചുകൂടെ നയപരമായി ഇടപെടാമായിരുന്നു സതീശനെ എന്നാണ് ലീഗ് പറയുന്നത്. ലീഗിന് ആശങ്കയുണ്ടാകും സ്വാഭാവികമായിട്ടും. കാരണം 10 വർഷമാകുന്നു, ഇനിയും കിട്ടിയില്ലെങ്കിൽ ലീഗിന് സത്യത്തിൽ എന്താ പറയാ, ലീഗിന് ജീവനുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയം സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞിരിക്കുന്നു. ലീഗിന്റെ ഈ ഇടച്ചിൽ സതീശന് ദോഷം ചെയ്യുമോ? പ്രീത, ലീഗ് എന്ന് പറയാം, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ഈ പറയുന്ന പോലെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് സമവായത്തിന്റെ നേതാവാണ്. വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഭരണമില്ലെങ്കിൽ ലീഗ് ഒന്നുമല്ല. അത് തീർത്തും വ്യക്തമാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഭരണമില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ലീഗാണ്. മെലിഞ്ഞ കുഞ്ഞാലിക്കുട്ടി, അതെ, ഉപ്പില്ലാത്ത ബിരിയാണി പോലെ. അവരുടെ പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ അവർ കോൺഗ്രസുമായി അത്രയും അടുത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ അവരിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആവശ്യം വളരെ കറക്റ്റാണ്. അത് നമ്മൾ പലതവണ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ സലാം എന്ന് പറയുന്ന PM സലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനകത്ത് അവർ പറയുന്നത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആകുമ്പോൾ ഇത്തരത്തിൽ അൻവർ എന്ത് വന്നാലും ഇവരുടെ പാണക്കാട് കുടുംബവുമായി വളരെ അടുപ്പം, പാണക്കാട് സാദിഖലി തങ്ങളുമായൊക്കെ വളരെ അടുപ്പമുണ്ട്. ഒന്നുമില്ലെങ്കിലും മലപ്പുറത്തുകാരനാണ്. ലീഗിന്റെ ആ ഒരു സ്നേഹം അവർക്ക് കാണാതിരിക്കില്ല. അത് കാണാതെ പോകുന്നത് തെറ്റ് തന്നെയാണ്. സതീശനെ സംബന്ധിച്ച് സതീശൻ ഈ കാണിച്ചത് ആർക്ക് വേണ്ടിയാണ് ഈ ബലം പിടിച്ചത്? അത് ഈ പറയുന്ന ഇലക്ഷൻ സമയത്ത് ജോയിയുടെ പേര് അദ്ദേഹം പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, ജോയിയെ നിർത്താൻ പറ്റില്ല. അത് പാർട്ടി, അത് ലോജിക്കലി നോക്കുമ്പോൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആര്? കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥി ആരോപണമാണ്. അതിന് ഇദ്ദേഹത്തിൻ്റെ ശുപാർശയുടെ ആവശ്യമില്ല. അത് നിങ്ങൾ മാറ്റി നിർത്തി, ശരി, സമ്മതിച്ചു. പക്ഷെ പിന്നീട് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? KC വേണുഗോപാൽ ഇവിടെ വന്നിരുന്നു. ഈ KC വേണുഗോപാൽ AICCയുടെ പ്രതിനിധിയായിട്ട് വന്നിട്ട് സതീശന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോയിരുന്നത് തെറ്റല്ലേ? അത് നമ്മൾ ഇന്നലെയും പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് എന്ന് വെച്ചാൽ നമ്മളത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാര്യം AICCയുടെ പ്രതിനിധിയായി അതുമല്ല, അൻവർ പറയുകയും ചെയ്തു, ഞാൻ KC വേണുഗോപാലുമായി മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം കൂടിയായിരുന്നു. തൻ്റെ പ്രവേശനം കുറച്ചുകൂടെ എളുപ്പം, അതായത് ഇപ്പോൾ ഉള്ള വിഷയം അതിലൂടെ ഇല്ലാതെ ആകുമെന്നുള്ളൊരു പ്രതീക്ഷയും കൂടെയായിരുന്നു. അല്ല പ്രീത, അതിലെ ഈ കോൺഗ്രസ് നേതൃത്വം, AICC എന്ന് പറയുന്ന പാർട്ടി എന്തിനാണ് ഈ KC വേണുഗോപാലിന്റെ കേരള ഘടകത്തിന് തന്നെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? KC വേണുഗോപാലിനെ കണ്ടെത്തിയത് കരുണാകരനാണ്. കരുണാകരനൊപ്പം നിന്നൊരു നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് അദ്ദേഹം AICCയിൽ സെക്രട്ടറി ആയി വരുന്നത്. അദ്ദേഹം എത്തിയതിനു ശേഷം ഗുലാം നബി ആസാദിനെ പോലത്തെവരൊക്കെ അവിടുന്ന് രാജിവെച്ച് പോവേണ്ടി വന്നത്. അത്രയധികം ഓതിരം കടകം കളിക്കാൻ കഴിയുന്ന ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണൂർ പോരുന്ന സ്ഥലത്ത് നിന്ന് ഡൽഹിയിൽ പോയി അവിടെ ഈ കണ്ട ഓതിരം കടകം കളിച്ച് ഹിന്ദിക്കാരായിട്ടുള്ള ആൾക്കാരെ, നേതാക്കൾ എത്ര പേര്, അംബിക സോണി പോയി, ഇദ്ദേഹം പോയി, ഞാൻ ഈ പറഞ്ഞ ഗുലാം നബി ആസാദ് പോയി, എന്തെല്ലാം ഗെയിം കളിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലെ ഗെയിം മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം നോക്കേണ്ടത് സുധാകരൻ്റെ സ്റ്റാൻഡ് നോക്കണ്ടേ? സുധാകരൻ എന്ന വ്യക്തിയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു ജനകീയനായ നേതാവാണ്. ഇവിടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടി 7 അടി പൊങ്ങി നിൽക്കുന്ന സതീശൻ മനസ്സിലാക്കാനുള്ളത്, അത് സ്ഥലം ഈ പറയുന്ന മലപ്പുറമാണ്. മലപ്പുറത്ത് ലീഗ് ഒരു ആവശ്യം പറയുമ്പോൾ ലീഗിന് ആ പൾസ് അറിയാം. എടോ, താനൊന്ന് അയാളെ കൂടെ നിർത്തടോ, നമുക്ക് കിട്ടേണ്ട 10 വോട്ടാണോ, താനത് മനസ്സിലാക്കടോ എന്ന് എത്രയോ തവണ പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഹുങ്കാണ് അദ്ദേഹം ഇവിടെ കാണിച്ചത്. ഇപ്പം എന്തായി? അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തലയിൽ കൂടെ മുണ്ടിട്ടുണ്ട് പോയി കണ്ട അദ്ദേഹം അറിയാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ പറയുന്ന ഷാഫി, സതീശൻ, ഈ എല്ലാവരും ചേർന്ന് രാത്രിക്ക് രാത്രി എടുത്ത തീരുമാനം. ബലിയാടാണ് ആ പയ്യൻ. ആര്? ഈ പറയുന്ന നേർച്ചക്കോഴിയാണ്. അയാളുടെ ആവശ്യമാണ്. കാര്യം അയാൾക്ക് സീറ്റ് കൊടുത്ത സതീശനാണ്. പാലക്കാട് പോലൊരു സ്ഥലത്ത് മാവേലിക്ക് ആറന്മുളയുള്ള പയ്യനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി ജയിപ്പിച്ചു. അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇതെല്ലാം ഒരു പ്ലാന്റ് നാടകമല്ലേ? ഇപ്പൊ അത് ഞാൻ നേതൃത്വം പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തെ പോലത്തെ ഒരു യുവ MLA ഒരിക്കലും അത്തരത്തിലൊരു നിർദ്ദേശമില്ലാതെ പോകില്ല.
അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് ലീഗ് ഇന്നലെ അത് പറഞ്ഞു. കെ സി വേണുഗോപാൽ എന്തുകൊണ്ട് അവിടെ വന്നിട്ട് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം അന്ന് കോഴിക്കോടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ അൻവർ ചുറ്റുമ്പോൾ അവിടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഉണ്ട്. ആര്? കെ സി വേണുഗോപാലുണ്ട്. അന്ന് ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയം CPM നടത്തിയിട്ടില്ല. അവരുടെ പയ്യൻ തന്നെ നീട്ടിയിട്ട് കൊടുത്തു, നിങ്ങൾ നിർത്തുന്നില്ലേന്ന്. അതിൽ കൊത്തി ബുദ്ധി പിണറായി പറഞ്ഞു വെച്ചു, നീ നിൽക്കണം പറഞ്ഞു വെച്ചു. ഗോവിന്ദന്റെ ബുദ്ധിയൊന്നുമല്ല, പിണറായിയുടെ ബുദ്ധിയാ. ഗോവിന്ദനാണെങ്കിൽ അവിടെ വേറെ ഹി എന്ന് ചിരിച്ചും കൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ട് നിർത്തിയേനെ. ഇവിടെ പിണറായിയുടെ ബുദ്ധി, പിണറായിയുടെ രാഷ്ട്രീയ ബുദ്ധി അവിടെ പിണറായി കൊണ്ട് നിർത്തിയിട്ട് നമ്മളീ പറഞ്ഞ പോലെ അന്ന് ഈ പറയുന്ന രീതിയിൽ സുധാകരൻ കൂടെ നിന്നതാണ്. കെ സി വേണുഗോപാലിന് സുഖമായിട്ട് വിളിക്കാമായിരുന്നു, അൻവറെ നിങ്ങളൊന്ന് ഒതുങ്ങണം, നിങ്ങൾ ഈ കാണിച്ചതൊക്കെ തെറ്റാ. അദ്ദേഹം ഒരുപിടി തെറ്റുകൾ കാണിച്ചിട്ടുണ്ട്. തെറ്റുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് അൻവറിനോട് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒതുങ്ങായിരുന്നു. അദ്ദേഹം എന്തിനും വശംവദനായേനെ. പക്ഷേ അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് പാകപ്പിഴകളുണ്ട്, ചേട്ടൻ പറഞ്ഞതുപോലെ. അത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ ബുദ്ധി എന്ന് ചേട്ടൻ എപ്പോഴും പറയുന്ന ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കെ സി വന്ന് അനുനയിപ്പിക്കുമായിരുന്നു. കെ സിയുടെ ഒരു വിളി മതിയായിരുന്നു. അൻവർ വരണം എന്നുള്ള ഒരൊറ്റ വിളിയിൽ അൻവറിന്റെ സകല പുറംപൂച്ചും തീർന്ന് അദ്ദേഹം എന്താ പറയാ, ഈ നമ്മൾ പറയൂലേ ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ പെരുമാറിയെന്ന് നമ്മൾ ഇന്നലെയും പറഞ്ഞു. അദ്ദേഹം കുറേയൊക്കെ വാപോയ കോടാലിയാണെങ്കിലും അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്. അതാണ് പൊട്ടിക്കരഞ്ഞത്. എവിടെയോ മനസ്സിൻ്റെ ഒരു നന്മ അദ്ദേഹത്തിനുണ്ട്. എന്തോ ആവട്ടെ, എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിനെ ക്രൂശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം മുസ്ലിം ലീഗ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. മുസ്ലിം ലീഗ്, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ പണ്ട് കരുണാകരൻ ഒരു വശത്ത് ഗുസ്തി പിടിക്കുമ്പോൾ മറുവശത്ത് AK ആന്റണിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയും ടീമും ഗുസ്തി പിടിക്കുക. ഈ ഗുസ്തി പിടിക്കുന്നതിനിടയിൽ നിന്ന് എൻ്റെ പൊന്നു ലീഡറെ നമുക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി. കാര്യം അവർക്കത് ആവശ്യമാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഭരണത്തിൽ കൂടെ കയറിയില്ലെങ്കിൽ ലീഗ് തീർന്നു. അതെ, ഇപ്പൊ ലീഗ് പറയുന്നത്, ലീഗിനാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കാലത്തും ഇല്ലാത്തത്രയും അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർഷങ്ങളാണ് കടന്നു പോകുന്നത്. UDF എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കക്ഷിയാണ് UDF ലീഗ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒന്നാമത്തെ കാറ് സ്റ്റേറ്റ് കാർ നമ്പർ 1 കോൺഗ്രസ്, രണ്ടാമത്തെ നമ്പർ കുഞ്ഞാലിക്കുട്ടിക്ക് ഈ 2ാം നമ്പറിൽ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങ് ലോകസഭയിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ എത്തിയത്. വീണ്ടും ആഗ്രഹം കൊണ്ട് കുറ്റിപ്പുറത്ത് മാന്യമായിട്ട് ജയിച്ചു പോയ കുഞ്ഞാലിക്കുട്ടി സ്വപ്നം കണ്ടു. എന്തായി? ആ വരവ് അവിടെ നിന്ന് വന്ന ശേഷം ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് കാർ ഇരിക്കാൻ പറ്റില്ല. ഈ ET മുഹമ്മദ് ബഷീർ ഇവിടുന്ന് പോയി. ET മുഹമ്മദ് ബഷീർ, ഞാൻ പറയട്ടെ, ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ നിലനിൽപ്പ് ഇതിലിപ്പോ പറയുന്നതേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്ന് ചില നേതാക്കളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. MK മുനീർ, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, KM ഷാജി തുടങ്ങിയ നേതാക്കളാണ് ഈ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. KM ഷാജിയൊക്കെ ആലോചിച്ചു. ഞാൻ അതാ പറയാൻ വന്നേ. മുനീർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ, KM ഷാജി പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ പിണക്കമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. ഷാജി പിണറായിയെ തെറി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചിരിച്ചാൽ തീരാവുന്നുള്ളതേ ഉള്ളൂ. നാളെ ഈ പറയുന്ന പോലെ LDFിനൊപ്പം വന്നില്ലെന്ന് ആര് കണ്ടു? എല്ലാവർക്കും വേണ്ടത് രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങളാണ്. അടിക്കട്ടെ, അടിച്ച് തമ്മി അടിച്ച് കോൺഗ്രസ് നമ്മളൊക്കെ ആഗ്രഹിക്കും. പിന്നെ സതീശനെ മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് ചില ആവശ്യങ്ങൾ ഉന്നയിക്കും. ലീഗ് AICCയിലെ ആവശ്യം, കാര്യം തങ്ങൾക്ക് അത്യാവശ്യം പിടിപാടുണ്ട്. എവിടെ? ഈ പറയുന്ന രാഹുലുമായിട്ട് പിടിപാടുണ്ട്. ഇത് വെറുതെയല്ല. ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമാക്കിയായിരുന്നു ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം. അത് അൻവറിൻ്റെ ഒരു ബുദ്ധിയായിരുന്നു. അൻവർ വേറെ ലക്ഷ്യങ്ങൾ വെച്ചാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഈ ഷൗക്കത്തിനോട് ലീഗിന് വലിയ താല്പര്യമൊന്നുമില്ല. അച്ഛൻ ആ പറയുന്ന ഒരു ബിംബം, ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ബിംബം തെറി വിളിക്കുന്ന ലീഗിനെ ആണെങ്കിലും ആര്യാടനെ ജയിപ്പിക്കുന്നത് ലീഗായിരുന്നു. അതും ആര്യാടൻ്റെ ഒരു തന്ത്രമായിരുന്നു. ആര്യാടൻ ഒരിക്കലും ലീഗിനെ അടുപ്പിക്കുന്നില്ല. എന്നാൽ ആര്യാടനിലെ രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധിയാണത്. അദ്ദേഹത്തിനെ പോലൊരു ബുദ്ധിയൊന്നും ഈ മകനില്ല. അതുകൊണ്ട് അച്ഛൻ ആനപ്പുറത്തിരുന്ന് പറഞ്ഞ് മോൻ്റെ പ്രശ്നമൊന്നും കായ്ക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇദ്ദേഹത്തിന് അങ്ങനെ അൻവർ ഒരുപാട് തെറ്റ് കാണിച്ചു. ഒരു മുന്നണി സംവിധാനത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വന്ന സമയത്ത് എന്തിനാണ് ഇയാൾ ഇങ്ങനെ വാവോയ കോടാലി പോലെ സംസാരിക്കാൻ പോയത്? ഒരു അച്ചടക്കം വേണ്ടേ? അച്ചടക്കം പാലിച്ചില്ല. അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ തിരുത്തി അത് ഇവർ തന്നെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്ത് അവിടെയാണ് ഇലക്ഷനിൽ നമ്മൾ കാണേണ്ടത്. ഇലക്ഷൻ രാഷ്ട്രീയം വേറെ, മുന്നണി രാഷ്ട്രീയം വേറെ. അത് മനസ്സിലാക്കണം. അതിൽ പരാജയമാണ്.
അതിൽ സതീശൻ തീർത്തും പരാജയമാണ്. സതീശൻ അല്ല, ആ പരാജയമായതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ചോദിച്ചതും, ഈ പറയുന്നത് പോലെ സതീശനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം തീർച്ചയായിട്ടും ഇത് AICC-യുടെ മുന്നിൽ AICC-യുടെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, ഈ ഇലക്ഷനിൽ സതീശൻ മാത്രമല്ല, പുതുതായിട്ട് വന്ന KPC പ്രസിഡന്റിനും അത് ബാധിക്കും. കാര്യം ഇവരൊക്കെ കൂടെ ചേർന്ന് തിരഞ്ഞെടുത്തു. മര്യാദയ്ക്കിരുന്ന പ്രസിഡന്റിനെ മാറ്റിച്ചു. എന്നിട്ട് ഇവർ പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ഫലം ഉണ്ടായി? അയാളുടെ ശബ്ദത്തിന് വല്ല പവർ ഉണ്ടായിരുന്നോ? സതീശൻ്റെ ശബ്ദമല്ലേ എല്ലാം കടന്നാക്രമിച്ചത്. അപ്പോൾ സതീശൻ പരാജയപ്പെട്ട സ്ഥിതിക്ക് AICC-യുടെ മുന്നിൽ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ ഈ ലീഗ് തന്നെ ഉന്നയിക്കും. ഞങ്ങൾ ഇത്രയും കൊല്ലം നിങ്ങളെ കൂടെ നിന്നതാണ്, ഞങ്ങൾ എന്തായാലും പണി, നിങ്ങളോടുള്ള പണി മതിയാക്കാൻ പോവുക. മുനീർ, KM ഷാജി ഉൾപ്പെടെയുള്ളവരാണ് പറഞ്ഞത്. കാര്യം അധികാരമില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ VD സതീശൻ്റെ പ്രതിപക്ഷ സ്ഥാനം തെറിക്കുമെന്ന് തന്നെ പറയാം. അത് VD സതീശനായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് കുഴി തോണ്ടിയത്.